ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഇനി എങ്ങനെ മാറ്റിവെക്കാൻ പറയും? സമൃദ്ധിയുടെ പഴയ ഭർത്താവ് തിരിച്ചു വന്ന എൻ്റെ മകൾക്ക് അമ്മ നഷ്ടപ്പെടും, എൻ്റെ കുടുംബം ഇല്ലാതാവും. എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? നാളെ അളിയൻ സമൃദ്ധയുടെ കഴുത്തിൽ മാലയിടുന്ന നേരത്ത് ഞാൻ അയാളെ അളിയന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയ എല്ലാം അതോടെ തീരും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ കയ്യിലിരിക്കുന്ന ബില്ല് അളിയൻ അങ്ങ് അടച്ചേക്ക്. എൻ്റെ കുഞ്ഞിന്റെ കാര്യത്തിലൊരു സഹായം ചെയ്തെന്ന് കരുതി എൻ്റെ ജീവിതത്തിൽ കയറി കളിച്ചാണ്ടല്ലോ. എന്റെ ഭർത്താവിന്റെ ദേഹത്ത് കൈയെടുക്കാൻ. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചത് നിനക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് രാജീവേട്ടനെ കിട്ടുന്ന നേരത്തൊക്കെ അപമാനിക്കാന്ന് കരുതരുത്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ കീരിയും പാമ്പും പോലെ വഴക്കിടുന്നേ? ഇതെങ്ങാനും പുറത്തറിഞ്ഞാ എന്ത് നാണക്കേടാ. ഇപ്പൊ ചതിക്കുന്നത് അളിയനാ. എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത്. അളിയൻ താങ്ങത്തില്ല. ഞാനല്ലേ വിളിക്കുന്ന, ഇങ്ങോട്ട് വാ. എന്താ ശരിക്കും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം? ഇത്രയ്ക്ക് പ്രകോപനം ഉണ്ടാവാൻ രാജീവ് എന്താ പറഞ്ഞേ? എനിക്കറിയാം എന്താന്ന്. അത് നിനക്കറിയില്ല. ഈ വിവാഹം നടക്കാൻ പാടില്ല. എന്താ കാര്യം? രാജീവേട്ടൻ എന്തിനാ അവരുടെ കല്യാണത്തിന് എതിര് പറയുന്നേ? സത്യം അറിയാന്നുണ്ട്. എന്ത് സത്യം? ഇത്രയും കാലം നിങ്ങൾ എല്ലാരും കൂടെ ഈ വീട്ടിൽ സമൃദ്ധ എന്ന് പറഞ്ഞ ഒരുത്തിയെ താമസിപ്പിക്കുന്നില്ലേ? അവൾ ആരാണെന്നുള്ള യഥാർത്ഥ സത്യം എനിക്കറിയാം. സമൃദ്ധയുടെ യഥാർത്ഥ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഗൂഗിളിനെ ധിക്കരിച്ച് ചേച്ചി രാജീവിനെ വിവാഹം കഴിച്ചതല്ലേ ഇതിനെല്ലാം കാരണം? അവര് പിന്നെ എന്ത് ചെയ്യാനാ? അവർക്കും ജീവിക്കണ്ടേ? അവന്റെ ലക്ഷ്യം ഈ വീടിന്റെ സമാധാനം കളയാന്നുള്ളതാ. അത് ഞാൻ അനുവദിക്കില്ല. എന്താ പറഞ്ഞേ? പറ രാജീവേട്ടാ. നീ ഇത്രയ്ക്ക് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. അയാളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയാം. ആരാ അയാള്? അയാളിപ്പോഴും സമൃദ്ധിക്ക് വേണ്ടി കാത്തിരിക്കുവാണോ? രാജീവേട്ടൻ എങ്ങനെയാ അയാളെ അറിയാവുന്നേ? എനിക്കറിയാം. ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. ഇനി ഞാൻ ഒന്നും ഒളിച്ചു വയ്ക്കുന്നില്ല. എല്ലാം നിന്നോട് പറയാം. സമൃദ്ധയുടെ ഭർത്താവ് രാജീവേട്ട പറ. ഹലോ, അതെ വീട്ടില്. എന്താ താ എന്തോടാ ഈ പറയുന്നത്? വേണ്ടണ്ട, ഒന്നും ചെയ്യണ്ട. ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ തന്നെ. ശിശിരേ, എനിക്ക് അത്യാവശ്യം ഒരു സ്റ്റേഷൻ വരെ പോണം. ഇപ്പോഴോ? എന്താ ഇത്രയ്ക്ക് അത്യാവശ്യം? ഒക്കെ ഞാൻ വന്നിട്ട് പറയാം. ശരി. രാജീവേട്ടാ, സമൃദ്ധയുടെ ഭർത്താവിന്റെ കാര്യം അത് സത്യമാണോ? 100% സത്യമാണ്. എല്ലാം ഞാൻ വന്നിട്ട് പറയാം. മനുഷ്യനെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ ഒന്ന് പറഞ്ഞിട്ട് പോ. ഞാനിപ്പോ അത്യാവശ്യം ഒരു സ്റ്റേഷനിൽ ചെന്നേ പറ്റൂ. എമർജൻസിയാണ്. നീ വെയിറ്റ് ചെയ്യ്. എല്ലാം ഞാൻ വന്നിട്ട് പറയാം. ഞാൻ ഒന്ന് റെഡി ആവട്ടെ. സമൃദ്ധിയുടെ ഭർത്താവ് ഉറപ്പായിട്ടും വരും. അയാൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. രാജീവ് എന്നോടുള്ള വാശിക്ക് പറഞ്ഞായിരിക്കോ അത്? അതോ സത്യമായിരിക്കോ? കഴിഞ്ഞതൊക്കെ പോട്ടെ. അതൊന്നും ഓർത്ത് വിഷമിക്കേ വേണ്ട. രാജീവിനോടുള്ള ഇഷ്ടമില്ലായ്മ മനസ്സിൽ കിടക്കുന്നോണ്ടാ മുന്നിൽ കാണുമ്പോ മനസ്സിൽ വിരോധം തോന്നുന്നേ. ഇനി ഈ വഴക്കിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകരുത്. അത് പറഞ്ഞ് പരിഹരിച്ചേ പറ്റൂ. എന്തായാലും അവര് കല്യാണം കഴിച്ച് ഇവിടെ താമസമായി. എത്ര കാലം ഈ വിരോധമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും?
ഞാൻ പറയുന്നത് ഗൂഗിളിൽ കേൾക്കുന്നുണ്ടോ? ഏ എന്താ പറഞ്ഞേ? ഓ അത് ശരി. അപ്പൊ ഇത്രയും നേരം എന്താ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്? ഗൂഗിളൊന്നും കേട്ടതുമില്ല. സോറി, ഞാൻ ആകെ ടെൻഷനായി പോയി. ആ ടെൻഷൻ അവസാനിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. രാജീവായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കണം. തീർത്തേ പറ്റൂ. അതങ്ങനെ ഒന്നും എളുപ്പത്തിൽ തീരുമെന്ന് തോന്നുന്നില്ല. രാജീവിനോടുള്ള വിരോധം ഇങ്ങനെ മനസ്സിൽ വെച്ചേക്കല്ലേ. എന്തായാലും രാജീവ് ഉടനെ തിരിച്ചു വരും. തമ്മിൽ കുറച്ചു നേരം ഒന്ന് സംസാരിച്ചിരുന്നാ മതി. എല്ലാ പ്രശ്നവും മാറും. മാറ്റണം. നിങ്ങൾ രണ്ടുപേരും എല്ലാ കാലവും പരസ്പരം വിരോധം കൊണ്ടു നടക്കാനുള്ള ആളുകളല്ല. നാളെ രാവിലെ ഞങ്ങളുടെ കല്യാണത്തിനിടയിലേക്ക് രാജീവ് സമൃദ്ധിയുടെ പഴയ ഭർത്താവിനെ കൊണ്ടുവന്ന എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഇനി എങ്ങനെ മാറ്റിവെക്കാൻ പറയും? സമൃദ്ധിയുടെ പഴയ ഭർത്താവ് തിരിച്ചു വന്ന എൻ്റെ മകൾക്ക് അമ്മ നഷ്ടപ്പെടും. എൻ്റെ കുടുംബം ഇല്ലാതാവും. എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഗൂഗിളിന്റെ മനസ്സിൽ എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും നാളും ശത്രുവിനെ പോലെ കണ്ട ആളിനോട് ഇനി എങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്നല്ലേ? ജീവിതം അങ്ങനെയൊക്കെയാണ് ഗൂഗിൾ. ഒരു ദിവസം കൊണ്ട് ചിലപ്പോ ശത്രു മിത്രമാവും, മിത്ര ശത്രുവാവും. പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളൊക്കെ വരും. ചിലപ്പോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ടുപോയെന്നും വരാം. പക്ഷേ നമ്മളെല്ലാം ഒരുപോലെ കാണണം. അങ്ങനെ കണ്ടാ രാജീവിനോടുള്ള ഈ ശത്രുതയൊക്കെ താനേ ഇല്ലാതായിക്കോളും. സമാധാനായിരിക്കെ, എല്ലാം ശരിയാവും. ആ, അവൻ വരുന്നുണ്ട്. എത്ര നേരമായി ഞാൻ മൂർത്തിയുടെ കോള് വെയിറ്റ് ചെയ്യുന്നു. എന്തായി? മാഡത്തിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. ഒരു പേടിയും വേണ്ട, എല്ലാം നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ നടക്കും. ഇരയെ മടയിൽ നിന്ന് ഇറക്കി കഴിഞ്ഞു. ദേ, കൊല്ലാൻ പോയിട്ടെ ഒടുവിൽ ഇരയായിട്ട് മാറരുത്. സൂക്ഷിക്കണം.